നമുക്ക് കുഞ്ഞേട്ടന്റെ കുടുംബത്തെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. എന്റെ പേര് വത്സമ്മ തോമസ്. കല്യാണം കഴിച്ചത് കൂരാച്ചുണ്ട് കോഴിക്കോട് ജില്ലയില്. അവിടുന്ന് 6 മാസം കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് പോകുന്നു. മൂത്ത മകൻ ടോണി ദന്തിഷ്ട, അപ്പൊ പാലക്കാട് ചിറ്റൂര്. അവിടെ തന്നെ താമസിക്കുകയാണ് ഫാമിലി ആയിട്ട്. വൈഫിന്റെ മഞ്ജിത. ഇപ്പം ശുശ്രൂഷ ജീവിതം, കോളേജ് ലെക്ചർ ആയിരുന്നു അവിടെ തൃശ്ശൂര്. അവര് 3 പേര്. മൂത്തയാളിപ്പം BDS ചേർന്നു കോതമംഗലം. ജോൺ. രണ്ടാമത്തെ റോസ് 9ാം ക്ലാസ്സില്. ഇവിടെ ഭാരതമാത പാലക്കാട്. പിന്നെ ഇളയ ആള് ഡാനിയല് 6ാം ക്ലാസ്സില്. മോളുടെ പേര് നീന. അവിടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ. മരുമാന എഞ്ചിനീയർ, ഭാരത് പെട്രോളത്തിലെ ഓഫീസർ. അവർക്ക് 2 പെൺകുട്ടികൾ. മൂത്ത മകള് സെലിൻ, ഞങ്ങൾ അമ്മൂന്ന് വിളിക്കുന്നത്. അവക്കും ഇവിടെ മെഡിസിന് കിട്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജില്. മറ്റേ 6ാം ക്ലാസ് പഠിക്കുന്നത്. അവളുടെ പേര് എലിസബത്ത്. ഞാൻ വളരെ നേരത്തെ കല്യാണം കഴിച്ചു കൊടുത്താണ്. 23 വയസ്സിൽ കല്യാണം കഴിച്ചു. ഞങ്ങളന്ന് കൂരാച്ചോണ്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കല്യാണം 72-ലാണ്. 70 ഞങ്ങൾ സ്ഥലം ഇവിടെ വാങ്ങിച്ചു. അപ്പം ഞാൻ പഠിക്കാൻ പോയിട്ട് പ്രീ ഡിഗ്രിക്ക് തോറ്റുപോയി. പിന്നെ അത് എഴുതി പാസ്സാകാൻ പറ്റിയില്ല. അപ്പം അതിനുശേഷം ഇവിടെ പാലക്കയത്തേക്ക് കൃഷി നോക്കാനായിട്ട് വന്നു. കല്യാണം കഴിച്ച് 6 മാസക്കാലം കഴിഞ്ഞപ്പോൾ വൈഫ് വത്സമ്മയായിട്ട് ഞങ്ങൾ പാലക്കയത്തേക്ക് വന്നു. അന്ന് മുതൽ ഇവിടെ പാലക്കയത്ത് വന്നിട്ട് ഞങ്ങളിങ്ങനെ സുഖം ദുഃഖമൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നു. മക്കള് ഇടക്കാലം കൊണ്ട് മക്കൾ വന്നു. പാലക്കയത്ത് 7 വരെ ഉണ്ടായിരുന്നുള്ളൂ UP സ്കൂള്. അത് LP സ്കൂൾ ആദ്യം വന്നു, പിന്നെ UP സ്കൂൾ വന്നു. പിന്നെ ഹൈസ്കൂൾ ഇല്ലാത്ത സമയത്ത് 2 പേരെയും ബോർഡിങ്ങിലാക്കി. മകനെ എൽത്തുരുത്തിലാക്കി ബോർഡിങ്ങിൽ, മകള് ഒറ്റപ്പാലത്ത് LSനിലാക്കി. അവരുടെ പഠിപ്പും വിദ്യാഭ്യാസവും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞിട്ട് അവരെ ശേഷം അവരുടെ കോളേജ് വിദ്യാഭ്യാസവും എല്ലാം കഴിഞ്ഞ് പിന്നെ മകൻ അതായത് സേലം വിനായക മിഷൻ കോളേജിൽ നിന്ന് BDS കഴിഞ്ഞ്. അത് കഴിഞ്ഞ് ഇപ്പം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഡെന്റൽ ഇംപ്ലാന്റ് കോഴ്സ് ഉണ്ട്. അതും കഴിഞ്ഞിട്ട് ചിറ്റൂർ സ്വന്തം ക്ലിനിക്ക് നടത്തുന്നു. ഇംപ്ലാന്റ് കൊണ്ടാണ് സേലം വിനായക മിഷൻ കോളേജിൽ വിട്ട് BDS എടുത്ത് പിന്നെ സ്വന്തം കഴിവല്ല അവൻ മറ്റേ ഇംപ്ലാന്റ് ഡെന്റൽ ഇംപ്ലാന്റുകളിൽ അതിൻ്റെ PGയും ഡിപ്ലോമ PG എടുത്തു. അമേരിക്കയിൽ പോയിട്ട് എടുത്തു. സ്വന്തം ഇംപ്ലാന്റ് ഏറ്റവും നല്ല രീതിയിൽ നന്നായിട്ട് നടത്തുന്നു. അവൻ്റെ വൈഫിനെ പറ്റി പറഞ്ഞത്, വൈഫ് മഞ്ജിത, പേര് തൃശ്ശൂർ മണ്ണുത്തിന്ന് കല്യാണം കഴിച്ചു. അവരുടെ മക്കളെ പറ്റി വൈഫ് പറഞ്ഞല്ലോ. പിന്നെ മകൻ ഒറ്റപ്പാലം LSനിൽ നിന്ന് SLCയും തൃശ്ശൂർ MSc പ്രീ ഡിഗ്രിയും കഴിഞ്ഞിട്ട് എൻട്രൻസ് എഴുതിയിട്ട് MBBS കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിട്ടി. അതിന് MBBS കഴിഞ്ഞിട്ട് MD ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് അനസ്തീഷ്യ കിട്ടി. അത് കഴിഞ്ഞപ്പോൾ ആദ്യമേ ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും ഇപ്പോൾ എറണാകുളം മെഡിക്കൽ കോളേജിലും അനസ്തീഷ്യ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. 2 പെൺകുട്ടികൾ പറഞ്ഞല്ലോ. മൂത്ത MBBS ഫസ്റ്റ് ഇയർ ആലപ്പുഴ മെഡിക്കൽ കോളേജ് തന്നെ കിട്ടി. രണ്ടാമത്തെ ക്ലാസ് 6ൽ നിന്ന് നെക്സ്റ്റ് ഇയർ 7 വർഷം 7ലേക്ക് കയറുന്നു. ഇപ്പൊ 6ൽ അടുത്ത വർഷം. ഇതിപ്പോ ഇന്നിപ്പോ റെക്കോർഡ് ചെയ്യുന്ന ദിവസമേ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഫെബ്രുവരി 14-ാം തീയതിയാണ്. ഫെബ്രുവരി 14-ാം തീയതി വെച്ചാൽ വാലന്റൈൻസ് ഡേ ആണ്. അപ്പൊ ഞങ്ങള് മധുരമിഠായിയുടെ വക നിങ്ങൾക്ക് ഏറ്റവും സ്നേഹപൂർവ്വം നല്ലൊരു വാലന്റൈൻസ് ഡേ ആശംസിക്കുന്നു. ജീവിതത്തില് കിട്ടുന്ന വലിയൊരു അവസരമാണ് ഈ വാലന്റൈൻസ് ഡേയില്. സ്വന്തം വത്സല ചേച്ചിയെ കുറിച്ച് 2 വാക്ക് പറയണം. വത്സമ്മ എന്ന് പറഞ്ഞാൽ വത്സമ്മ ഒരു എന്താ പറയുന്ന ഒരു ശുദ്ധ പാവമാണ്. അതിലുപരി എന്താ പറയുക, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നല്ലൊരു ആക്ടറായിരുന്നു. ഇപ്പം പിന്നെ സംസാരിക്കുന്നതിന്റെ കയ്യിൽ ആക്ഷൻ വരുന്നത് കാണാം, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അപ്പൊ അതിനുശേഷം എന്താ പറയുക, ഓരോരുത്തർക്ക് ഓരോ സ്വപ്നങ്ങളുണ്ടല്ലോ.
ആ സ്വപ്നങ്ങൾ എത്രമാത്രം ജീവിതത്തിൽ പ്രാവർത്തികമായി എന്ന് എനിക്കറിയില്ല വത്സമ്മയുടെ കാര്യത്തില്. എന്നെ സംബന്ധിച്ചോളം ഞാൻ 100% സംതൃപ്തനാണ്. കാരണം ഇത്രയും നല്ലൊരു വൈഫിനെ കിട്ടിയത് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുകയാണ്. കാരണം അത് ആർക്കും കിട്ടുന്നൊരു സൗഭാഗ്യം അല്ല എന്ന് പറയുന്നത്. കാരണം പ്രത്യേകിച്ചും ആദ്യമേ കുട്ടനാട് എന്ന് പറഞ്ഞാല് മറ്റേ കായൽ പ്രദേശം അല്ല, അത് കായൽ പ്രദേശം മറ്റേ അത് കായൽ പ്രദേശമുണ്ട് ശേഷം അവിടെ വരമ്പും പാടും ഒക്കെ ഉള്ള പ്രദേശം ജീവിച്ച് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് മറ്റേ ഇവിടെ കുറച്ച് ആലക്കോട് ജില്ലയിലെ തേർപ്പല്ലി എന്ന് പറയും, ആലക്കോടും തേർപ്പല്ലി വന്നിട്ട് അവിടെ കുറച്ച് മലപ്രദേശം ഒക്കെ ആയിട്ട് അവിടെ നിന്ന് ആലക്കോട് ഹൈസ്കൂളിൽ നടന്ന് പഠിച്ച് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വത്സമ്മ വളർന്നു വന്നത്. ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ പാലക്കൻകാരൻ എങ്ങനെ കണ്ണൂര് പോയി അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ രസമാണ്. അത് ഈ വാഴന്തയിലായിട്ട് അല്പം ബന്ധമുണ്ട്. എന്റെ അമ്മ വീട് ആലക്കോടാണ്. ആലക്കോടായപ്പോ എന്റെ ഒരു അങ്കിൾ ഉണ്ട് അവിടെ ആലക്കോട്. അപ്പൊ എന്റെ അങ്കിളിനും അമ്മ ഒരുമിച്ച് ഞാൻ ഒരിക്കൽ പള്ളിയിൽ പോയപ്പോൾ തിരിച്ചു വന്നപ്പോ അങ്കിൾ അന്ന് ഞാനിങ്ങനെ കല്യാണം കഴിക്കുന്ന സമയത്തായിരുന്നു. അന്ന് പറഞ്ഞു ഒരാളെ കാണിച്ചു തരാന്ന് പറഞ്ഞു. അപ്പം മറ്റേ വത്സമ്മയും വേറൊരാളും കൂടെ വന്നു. പക്ഷെ ആ ആളെ കാണിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു അതല്ല, വത്സമ്മയാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് ആലോചിച്ചിട്ടാണ് കല്യാണം നടന്നത്. ഈ പ്രണയദിനത്തിൽ പറ്റിയ അതിഥിയെ നമുക്ക് എങ്ങനെയാ പാചകത്തില് നല്ല പാചകത്തിൽ കുട്ടനാടുകാരിയല്ലേ ഭയങ്കര എല്ലാം ഏറ്റവും സൂപ്പറായിട്ട് ഏറ്റവും കുട്ടനാടുകാരൻ ആലപ്പുഴക്കാരൻ പറഞ്ഞാൽ കുക്കിങ്ങിൽ ഏറ്റവും വിദഗ്ധരാണ്. എല്ലാം ഭയങ്കര ടേസ്റ്റ് ആയിട്ട്. ഇതെന്റെ ചാച്ചനാണ്. ഞങ്ങൾ വിളിക്കുന്നത് കുഞ്ഞിച്ചാച്ചനെ വിളിക്കും. മരിച്ചിട്ട് 5 വർഷമായി. അമ്മയുണ്ട്. അമ്മയ്ക്ക് ഇപ്പോൾ 94 വയസ്സായി, വയ്യാതെ കിടക്കുകയാണ്. മണ്ണാർക്കാട് അനുജൻ്റെ കൂടെയാണ്. ഞങ്ങൾ 7 മക്കളാണ്. ഞാനാണ് മൂത്തത്. എൻ്റെ താഴെ 3 പെങ്ങന്മാർ, പിന്നെ 3 അനിയന്മാർ. ഇളയ അനിയൻ എന്നെ മണ്ണാർക്കാട് ഡോക്ടർ സജിയുടെ കൂടെയാണ് അപ്പ അമ്മയുള്ളത്. ചാച്ചൻ അവിടെയായിരുന്നു. പിന്നെ മറ്റ് സഹോദരങ്ങൾ പറയുകയാണെങ്കിൽ എൻ്റെ താഴെയുള്ള സിസ്റ്റർ കോഴിക്കോടാണ്, ഗ്രേസി പേര്. രണ്ടാമത്തെ സിസ്റ്റർ ലിസ മൂവാറ്റുപുഴ ആയവനെയാണ്. നാലാമത്തെ എൻ്റെ സിസ്റ്റർ സാലി എറണാകുളത്താണ്, സയൻറ്റിസ്റ്റായിരുന്നു. 5ാമത് ജോയ് എന്ന് പറയും, ഇവിടെ പാലക്കത്ത് തന്നെ ഉള്ളത്, സിറിയക്ക്. അടുത്തയാള് ജൂബി എന്ന് പറഞ്ഞ മാത്യു, കൊല്ലഞ്ചേരിയിലാണ്. ലാസ്റ്റ് സജി. ഇതെൻ്റെ ചാച്ചനും അമ്മയാണ്. ചാച്ചൻ്റെ പേര് ജോസഫ്, അപ്പച്ചനെന്ന് വിളിക്കും. അമ്മ മറിയാമ്മ. ചാച്ചൻ മരിച്ചിട്ട് 40 കൊല്ലമായി. അമ്മ മരിച്ചിട്ട് 10 കൊല്ലം. ഞങ്ങൾ 8 പേരിൽ രണ്ടാമത്തെ ആളെ, മൂത്ത ആൾ ടോമിച്ചൻ, അവിടെ ചേർത്തിൽ തന്നെ ഡോക്ടറാണ്. പിന്നെ രണ്ടാമത്തെ ഞാൻ, മൂന്നാമത്തെ ആൾ ഇവിടെ മുക്കത്ത്, തോട്ടുമുക്കത്ത് കല്യാണം കഴിച്ചു കൊടുത്ത് അനിയത്തി ആനിമ്മ. രണ്ടാമത്തെ മേരിമ്മ പേരാവൂര്, അവിടെ അവർ ജോലി ടീച്ചറാണ്, അവരവിടെ താമസിക്കുന്നത്. മൂന്നാമത്തെ ആൾ ചെറുപുഴ സാലി, ചെറുപുഴ, അവരും അവിടെ താമസിക്കുന്നു. പിന്നെ 4ാമത്തെ ആൾ വായാട്ടുപറമ്പ്, തേർത്തിലയുടെ അവിടെ അടുത്തായിട്ട്, പേര് മേഴ്സി. പിന്നെ മറ്റ് സഹോദരങ്ങൾ, ഒരാൾ സണ്ണി, അത് അവർ തേർത്തിൽ തന്നെ താമസിക്കുന്നു, കൃഷിക്കാരനാണ്. പിന്നെ ഇളയ ലാലിച്ചൻ, അവന് സ്റ്റേറ്റ് ബാങ്കിൽ ജോലി, ഇപ്പം റിട്ടയർഡായി. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം എന്താ വെച്ചാൽ കുറേ ദിവസമായി ഞാൻ കുഞ്ഞേട്ടനെ ഒന്ന് അഭിമുഖമായിട്ടൊന്ന് കിട്ടണം, ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം പറഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി, ഞാൻ മാസങ്ങളായി നിന്നിട്ട് നിർബന്ധിച്ച് അവസാനം ഇന്ന് കുഞ്ഞേട്ടനെയൊക്കെ കിട്ടിയത്. കുഞ്ഞേട്ടൻ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പഞ്ചായത്തിനെ പറ്റി, അതുപോലെ പിന്നെ പാലക്കയം മറ്റുള്ള പ്രദേശങ്ങളെ പറ്റിയൊക്കെ കുറേ അറിവുകൾ പറഞ്ഞു തന്നു. അതിൽ നമുക്ക് പ്രധാനപ്പെട്ട എന്താ വെച്ചാൽ അന്നത്തെ കാലത്തെ നമ്മുടെ ചമ്പാറ പഞ്ചായത്തിലെ ഭരണസമിതിയിൽ 3 പേരാണുള്ളത്. അതിൽ 3 പേരിൽ നമ്മൾ 2 പേരെ നേരത്തെ ഞങ്ങൾ പരിചയപ്പെടുത്തി, പാലംകുട്ടി ഇമാനുവലേട്ടനും പേരിങ്കല്ലെ, പിന്നെ കുഞ്ഞേട്ടനായിരുന്നു. കുഞ്ഞേട്ടനെ കിട്ടിയിട്ട് വേണം ബാക്കി ഞങ്ങൾ മറ്റ് പഞ്ചായത്ത് പ്രസിഡന്റുമാരെയൊക്കെ കാണാൻ എന്നുള്ള ആഗ്രഹത്തിലിരിക്കുന്നു. അത് ഞാൻ കുഞ്ഞേട്ടനോട് ഒരുപാട് പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടാണ് ഇന്നൊരു ദിവസം കിട്ടി. എന്തായാലും വളരെ സന്തോഷം. മധുരമിഠായി എന്ന ഈ ചാനൽ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് ഒരു 4 മാസമായിട്ടാവും. അന്നൊരിക്കൽ എന്നെ ചന്ദ്രൻ വിളിച്ചിട്ട് ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ട്, അതിൽ കുഞ്ഞേട്ടനും കൂടി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആദ്യം താല്പര്യപ്പെട്ടില്ല. കാരണം എനിക്ക് എൻ്റെതായ ചില വൈഷമ്യങ്ങളുണ്ടായിരുന്നു. അത് കൂടാതെ ഞാൻ കുറെ പഴഞ്ചനായ ആളാണ്.
പിന്നെ അതുകൂടാതെ എൻ്റെ സംസാരങ്ങൾ അത്ര ക്ലിയർ അല്ല എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് ജീവിതത്തിൽ. അപ്പൊ എന്നിരുന്നാലും ചന്ദ്രൻ കൂടെ നിർബന്ധിക്കുകയും ബിനുവുമായിട്ട് പല പ്രാവശ്യം ഡേറ്റ് നിശ്ചയിക്കുകയൊക്കെ ചെയ്തു. പല സമയത്തും ഞാൻ ചിറ്റൂരാണ്, ചില സമയത്ത് ഞാൻ എൻ്റെ അസുഖം പ്രമാണിച്ചിട്ട് ചികിത്സയിലായിരുന്നു. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇത് നീണ്ടുപോയത്. ഈ പരിപാടിയിൽ എന്തായാലും ഇന്നെങ്കിലും സംബന്ധിക്കാൻ സമ്മതിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളുടെ പഞ്ചായത്തിലെ 8 മെമ്പർമാരിൽ ആദ്യമേ സുശീല പോയി, രണ്ടാമത് ദേവിച്ചേട്ടൻ പോയി, മൂന്നാമത് ടി കെ മൊയ്തീൻ പോയി, നാലാമത് പഴനിമാഷ് പോയി, അഞ്ചാമത് പെരുമാൾജിയും പോയി. ഇനി അടുത്ത ആർക്കാണെന്ന് അറിയില്ല. എന്തായാലും അതിനു മുമ്പ് ഇങ്ങനൊരു പരിപാടിയിൽ സംബന്ധിക്കാനും ഇങ്ങനൊരു അഭിമുഖത്തിൽ പങ്കെടുക്കാനും ഇതിലൊരു റെക്കോർഡായിട്ട് സൂക്ഷിക്കുക എന്നുള്ള അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ജീവിതത്തിൽ കിട്ടുന്ന അസുലഭ സന്ദർഭമാണിത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഞങ്ങൾ ഇവിടെ വന്ന് ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച ചന്ദ്രനും അതുപോലെ ഇതിന്റെ പിന്നിലെ എല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ച ബിനോയ്ക്കും വളരെയധികം നന്ദി പറയുന്നു. ജീവിതത്തിൽ ഞങ്ങൾ ഒരിക്കലും ഇത് മറക്കുകയില്ല, ഞാനും വൈഫും ഒരിക്കലും മറക്കുകയില്ല. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും ഭാവിയിലേക്ക് മധുരമിഠായിക്ക് നേർന്നുകൊള്ളുന്നു. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു സംഭവത്തിൽ വേറെ അവസരത്തിൽ കണ്ടുമുട്ടാനുള്ള അവസരം ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഞങ്ങളുടെ ഈ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും അത് ലൈക്ക് ചെയ്യുക, സാധിക്കുന്നവരൊക്കെ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഞങ്ങൾ ഒരിക്കലും അത് നല്ല അർത്ഥത്തിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. ഞങ്ങളെ ആ രീതി തന്നെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവരോടും. ഒരിക്കൽ കൂടി എല്ലാവരും നന്ദി രേഖപ്പെടുത്തുന്നു.